ഹയ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച 7 ആർട്ടിസൻസ് EF2E അഡാപ്റ്ററിൻ്റെ ഒരു ഫുൾ റിവ്യൂ ആയിട്ടാണ്. അതായത് റിയൽ വേൾഡ് റിവ്യൂ ആയിട്ടാണ്. നമ്മൾ പുറത്തെല്ലാം പോയി 2 ലെൻസുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് കനോണിൻ്റെ തന്നെ 15mm 1.8ഉം പിന്നെ ടാമറോണിൻ്റെ ഒരു തേർഡ് പാർട്ടി ലെൻസായ ടാമറോണിൻ്റെ 18-400mm ടെലിസൂം ലെൻസുമാണ് നമ്മൾ ഇതിനകത്ത് ഇന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എടുത്തേക്കുന്ന ഇമേജസ് എല്ലാം ഒന്ന് നമ്മൾ ജസ്റ്റ് റിവ്യൂ ചെയ്യുന്നുണ്ട്. അതും കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഓവറോൾ യൂസേജ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഓക്കെ, സോണി 6600ലാണ് അത് മൗണ്ട് ചെയ്തേക്കുന്നത്. പ്ലസ് ടാമറോണിൻ്റെ ലെൻസ്, ടാമറോണിൻ്റെ 18-400. ഇത് നോക്കിയിട്ട് നമുക്കിത് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ഓട്ടോ ഫോക്കസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് 18mm മാനുവലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 80mm 3.5 ആണ് ഇതിൻ്റെ മിനിമം അപ്പർച്ചർ വരുന്നത്, മാക്സിമം അപ്പർച്ചർ വരുന്നത്. സോ അതേപോലെ തന്നെ നമുക്കിനി ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഒരു 50mm കണ്ടോ, അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫോക്കൽ ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിനൊരു പ്രശ്നം കാണുന്നുണ്ട്. കണ്ടോ, ഫോക്കസ് ആവാനുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ 400mm സൂമിലാണ് നടക്കുന്നത്. കണ്ടോ കണ്ടോ നമുക്ക് വേറൊരു ഒബ്ജക്റ്റ് നോക്കാം. ഇതിലോട്ടൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. സോ ഇതാണ് 18mm ഫോക്കസ് ആവുന്നുണ്ട്. കണ്ടോ, ഫോക്കസ് ആവാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇപ്പോഴും അത് ആക്ച്വലി ഫോക്കസ് ആയിട്ടില്ല. അത് ഇപ്പോഴാണ് അതൊന്ന് ഫോക്കസ് ആയേക്കുന്നത്. മരം ഒന്ന് ഫോക്കസ് ആയേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാകുമ്പോൾ ഗ്രെയിൻസാണ്, കണ്ടോ, നല്ല ഗ്രെയിൻസ് വരുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ നിൽക്കുന്ന ഫ്ലവേഴ്സിനെ നമുക്ക് നോക്കാം. സോ 80mm വൈഡ് ആംഗിൾ നമ്മളെടുത്തു. ഓക്കെയാണ്. ഒരു 15mm നമുക്ക് വലിയൊരു കുഴപ്പം തോന്നിയില്ല. 70mm അപ്പോൾ ഒരു 200-100 എബോവ് ഒക്കെ വരുമ്പോൾ തന്നെ ഫോക്കസ് ആവാനുള്ളൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അത് ഫോക്കസ് ആവും കുറച്ച്. ഇത് 400mm ആണ്. പിന്നെ ഇത് മനസ്സിലായത്, ഇപ്പോൾ ഈ 400mm അടുത്തുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ, കുറച്ചും കൂടി ക്യാമറയായിട്ട് അടുത്തുള്ള ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഫോക്കസ് ആവാൻ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഈവൻ ദോ ഫോക്കസ് ആയാൽ കൂടി എടുക്കുന്ന ഇമേജസിലെല്ലാം നല്ല ഗ്രെയിൻസ് വരുന്നുണ്ട്. അതൊന്നും ക്ലിയർ അല്ല, ഇമേജ് ക്ലിയർ അല്ല. ഫോക്കസ് ആവുന്നത്, അതായത് ഹയസ്റ്റ് മാക്സിമം ഇതിനകത്ത് ഫോക്കസ് ആവുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഈ ഒബ്ജക്റ്റിനെ കുറച്ചും കൂടി അടുത്തേക്ക് വന്നിട്ടൊന്ന് എടുത്ത് നോക്കാം. ഇതും ഒരു ക്രിസ്പായിട്ടുള്ളൊരു ഇമേജൊന്നുമല്ല നമുക്ക് കിട്ടുന്നത്. കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ക്രിസ്പായിട്ടുള്ളൊരു ഇമേജൊന്നുമല്ല കിട്ടുന്നത്. ഇതൊരു 80mm ആണ്. 80mm നമുക്ക് നോക്കുന്ന സമയത്ത് ഇമേജസിന് വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, അതിൻ്റെ സൈഡിൽ കൂടെ ഒരു നീല കളറിലുള്ള കണ്ടോ, സൂം ചെയ്യുന്ന നോക്കുമ്പോൾ കാണാൻ പറ്റുമല്ല. അതിനകത്തൊരു നീല കളർ നമുക്ക് കളർ ഫ്രിഞ്ചിങ് കാണിക്കുന്നുണ്ട്. ഇത് ഫോക്കസ് ആവുന്നില്ല. കണ്ടോ, ഫോക്കസ് ആവാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഇതാണ് തേർഡ് പാർട്ടിയാണിത്. അത് കാരണം കൊണ്ടായിരിക്കാം. എല്ലാം തേർഡ് പാർട്ടി, ഈവൻ സോണി, 7 ആർട്ടിസൻസ്, ടാമറോൺ എല്ലാം തേർഡ് പാർട്ടി ആയത് കാരണം കൊണ്ടുള്ളൊരു ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതാണ്ടോ ഇങ്ങനെ ഇതിൻ്റെ ഉൾവശം ഉണ്ടാവുക. ഇത് നമ്മുടെ അഡാപ്റ്റർ, ഇത് സോണി 6600. സോ നമുക്ക് 15mm പ്രൈം ലെൻസാണ്, കനോണിൻ്റെ ഒറിജിനൽ മൗണ്ട്. സോ അത് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ,
നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് അത്ര പെർഫെക്റ്റായിട്ട് ഇത് കണ്ടോ, പെട്ടെന്ന് ഫോക്കസ് ആവുന്നുണ്ട്. കണ്ടോ, 50mm ഇത് സൂപ്പറാണ്. നമുക്ക് മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് 15mm ഇത് കനോണിൻ്റെ ഒറിജിനൽ ലെൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ തന്നെ കിറ്റ് ലെൻസ് ഞാൻ നോക്കിയായിരുന്നു. കിറ്റ് ലെൻസ് 18 to 55mm കിറ്റ് ലെൻസ് നന്നായി പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഒറിജിനൽ ലെൻസുകൾക്ക്, അതായത് കനോണിൻ്റെ ഒറിജിനൽ ലെൻസുകൾക്ക് ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 18 to 400 ടാമറോണിൻ്റെ ലെൻസാണ്. സോ അത് എന്തോ ഒരു ഫോക്കസ് ആവാൻ, അതായത് ലോങ്ങർ ഡിസ്റ്റൻസിൽ ഫോക്കസ് ആവാനുള്ള ഒരു ബുദ്ധിമുട്ട് ഞാൻ കണ്ടു. പിന്നെ 1.8 ഇത് നല്ലതാണ്. അത് അപ്പർച്ചറും കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. അപ്പർച്ചറെല്ലാം നമ്മുടെ ഇതിന് മാറുന്നുണ്ട്, കാര്യമാവുന്നുണ്ട്, എല്ലാം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പർച്ചർ കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ഒക്കെ കിട്ടും. കണ്ടോ, 4.5. സോ ഇത് നമുക്ക് യൂസ് ചെയ്യാം. കണ്ടോ, ഇത് എൻ്റെ ഇവിടെ ഉള്ള ഒരു ടവറാണ്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ടവർ. എൻ്റെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ, ഇതാണ് വീടിൻ്റെ നേരെ ഫ്രണ്ടിലുള്ളൊരു ടവറാണ്. വീടിൻ്റെ നേരെ മുകളിലൂടെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ എടുത്ത് നോക്കാം നമുക്ക്. ഉണ്ടോ, അപ്പോൾ ആകാശത്തിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ആ മേഘത്തിലൊന്നും ഫോക്കസ് ആവുന്ന പോലുമില്ല. കണ്ടോ, നേരെ മറിച്ച് ഇത് നമ്മൾ ഇങ്ങോട്ട് പിടിച്ചാൽ ഈ ഒരു ഇലയിൽ, അതൊരു ചെടിയിൽ ഫോക്കസ് ആയിട്ട് നിൽക്കുക. പക്ഷേ ഇത് എവിടേക്ക് പോകുമ്പോൾ ഫോക്കസ് ആവുന്നില്ല. കണ്ടോ, ഫോക്കസ്. സോ ഇതൊക്കെയാണ് ഈ ലെൻസിൻ്റെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. സോ ഇതൊക്കെയാണ് ഞാൻ ഇവിടെ തന്നെ ഇൻഫർമേഷൻസ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. സ്ക്രീനിൽ തന്നെ അതിൻ്റെ അപ്പർച്ചർ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് അതിൻ്റെ EXLF ഡാറ്റ, അതായത് നമ്മുടെ ലെൻസിൻ്റെ നെയിമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. ഇവിടെ ഒരു മെയിൽ ID ആണ് വന്നേക്കുന്നത്, ഒരു അഡാപ്റ്റർ, അതായത് EF2E അഡാപ്റ്ററിൻ്റെ എന്തോ ഒരു മെയിൽ ID ആണ് വന്നേക്കുന്നത്. അതേ സ്ഥാനത്ത് നമ്മളിപ്പോൾ ഒരു കനോണിൻ്റെ ലെൻസ് നമ്മൾ യൂസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ അത് പ്രോപ്പറായിട്ട് ഏത് ലെൻസാണെന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ എടുത്തേക്കുന്നത് 18 to 400mm ലെൻസാണ്. സോ നമുക്കിവിടെ നോക്കാം, ഇതൊരു 80mm എടുത്തേക്കുന്നതാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 27mm ആണ് അതിൻ്റെ ലെങ്ത്തായിട്ട് കാണിക്കുന്നത്, ഫോക്കൽ ലെങ്ത്തായിട്ട് കാണിക്കുന്നത്. കാരണം ഇത് എനിക്ക് തോന്നുന്നു ഈ അഡാപ്റ്ററിൻ്റെ ഒരു ക്രോപ്പും കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ എടുത്ത ഇമേജ് ആണെങ്കിൽ കൂടി 18mm വലിയൊരു പ്രശ്നം നമുക്കിങ്ങനെ തോന്നില്ല. പക്ഷേ നമ്മൾ സൂം ചെയ്ത് വരുന്ന സമയത്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഡീപ്പായി നോക്കുമ്പോൾ ഈ എഡ്ജസിലൊന്നും തീരെ ഫോക്കസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഗ്ലയേഴ്സ്, ക്രോമാറ്റിക് അബ്രേഷൻ എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. കളർ ഫ്രിഞ്ചിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതാണ്ടോ, ഇതിൻ്റെ നമ്മൾ ഫോക്കസ് ചെയ്തത് ഇവിടെയാണ്. പക്ഷേ ഇതാണ് ഇമേജിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇത് നമുക്ക് കുറച്ച് സൂം ചെയ്തെടുക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഫോക്കസ് ആവുന്നില്ല പ്രോപ്പർലി. നമ്മൾ ആ വീഡിയോയിൽ കണ്ടതാണ്, ഫോക്കസ് ആവുന്നില്ല. ആയ ഭാഗങ്ങളാണെങ്കിൽ പോലും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡെപ്ത്ത് നമുക്ക് കിട്ടുന്നില്ല. ഇത് നമ്മൾ ഫുൾ ഫോക്കൽ ലെങ്ത്തിൽ 400mm നമ്മൾ ചെയ്താൽ, പക്ഷേ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 450mm ആയിട്ട് അത് ക്രോപ്പായി പോയിട്ടുണ്ട്. അത് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു ഇമേജ് നമുക്കിങ്ങനെ ഇതല്ലാതെ നോക്കുമ്പോൾ നമുക്ക് വലിയൊരു കുഴപ്പമായിട്ട് തോന്നില്ല. പക്ഷേ കുറച്ചും കൂടി ഒന്ന് സൂം ചെയ്തിട്ടൊക്കെ നോക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നത്. ഒരു ക്രിസ്പായിട്ടുള്ളൊരു ഇമേജ് അല്ല നമുക്കിവിടെ കിട്ടുന്നത് ഇതിനകത്ത്. സോ ഇതാണ്ടോ, ഈ ഒരു ഇമേജൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇത് 80mm എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഒരു വയലറ്റ് കളർ ഫ്രിഞ്ചിങ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് നേരെ ഇതിലോട്ട് കിടക്കാം. പെട്ടെന്ന് തന്നെ ഇതും ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഒബ്ജക്റ്റ് ഫോക്കസ് ആയിട്ടേ ഇല്ല. കണ്ടോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ കനോണിൻ്റെ 15mm. അതെന്ന് പറഞ്ഞാൽ പിന്നെയും സബ്ജക്റ്റ് എല്ലാം ഫോക്കസ് ആവുന്നുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റും സൂം ചെയ്യുന്ന സമയത്ത് ഈ സൈഡിൽ കൂടെയൊക്കെ ചെറിയൊരു വയലറ്റ് കളർ വരുന്നുണ്ട്. ഇതെല്ലാം ഒബ്ജക്റ്റ് ഉണ്ടോ, ഒബ്ജക്റ്റ് എല്ലാം പ്രോപ്പറായിട്ട് ഫോക്കസ് ആയിട്ടുണ്ട്. എന്നാലും നമ്മളൊരു ഡയറക്റ്റ് അതിൻ്റെ തന്നെ അതായത് സോണിക്ക് വേണ്ടി വാങ്ങിച്ച ഒരു ലെൻസിൻ്റെ ഒരു ക്വാളിറ്റി ഒന്നും ഇതിനകത്ത് നമുക്ക് കാണാൻ കിട്ടില്ല.
എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഈ ഇമേജസ് എല്ലാം ഒന്നും എഡിറ്റ് ചെയ്യാതെ ഡയറക്റ്റ് ക്യാമറയിൽ നിന്ന് ഔട്ട് ചെയ്തേക്കുന്ന ഇമേജസ് ആണ്. സോ ഒരു ഹയർ 3.2 നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഇത് കിട്ടും. 3.5 കണ്ടു, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഇത് 15mm നമുക്ക് കിട്ടുന്നുണ്ട്, ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഈ ഇമേജസിനകത്തൊക്കെ കാണാൻ പറ്റും. കുറച്ച് സൂം ചെയ്യുമ്പോൾ ഇതൊന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ്, പക്ഷേ സൂം ചെയ്യുന്ന സമയത്ത് ഈ സൈഡിൽ കൂടെയുള്ള ചെറിയൊരു വയലറ്റ് കളറൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതെല്ലാം നമുക്ക് പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം നമ്മൾ നോട്ടീസ് ചെയ്ത്, സ്കൈയുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് 15mm ഫോക്കസ് ആവുന്നില്ല. ഇത് നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്ന ഈ ഒരു ചെടിയിലാണ്, അത് കാരണം കൊണ്ടാണ് അത് ഫോക്കസ് ആയിരിക്കുന്നത്. നമ്മൾ സ്കൈ ഫോക്കസ് ചെയ്യാൻ നോക്കുമ്പോൾ അത് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട്, അതായത് ഫോക്കസ് ആവാത്ത രീതിയിലാണ് നമ്മൾ കണ്ടുവന്നത്. സോ വന്ന ഒബ്സർവേഷൻസ് എന്താണെന്ന് വെച്ചാൽ ടാമറോൺ 18 to 400mm ഇത് സ്യൂട്ടബിൾ അല്ലാന്ന് തന്നെ പറയാം. കാരണം അതിൻ്റെ ഡാറ്റ ഒന്നും പ്രോപ്പറായിട്ട് ഫെച്ച് ചെയ്യുന്നില്ല, ഈവൻ ഫോക്കസ് ആവുന്നില്ല. ഒബ്ജക്റ്റ് ലെൻസുമായിട്ട് അടുത്താണെങ്കിൽ 400mm ഇട്ടാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടും. പക്ഷേ ഒത്തിരി ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ 400 ഫുൾ സൂമിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ആകാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഈവൻ ദോ ഫോക്കസ് ആയാൽ പോലും നമുക്ക് ലാപ്ടോപ്പിലോട്ട് ഇട്ട് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ ഇട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് സൂം ചെയ്യുന്ന സമയത്തൊന്നും നമുക്കൊരു പ്രോപ്പർ ഒരു ക്രിസ്പ്നെസ് കിട്ടുന്നില്ല. കമ്മിങ് ടു 15mm ലെൻസ്, അതായത് ഇതാണ് നമ്മുടെ സോണിയുടെ 15mm ലെൻസ്, കനോണിൻ്റെ 15mm ലെൻസ്. ഇത് വെച്ച് നോക്കുമ്പോൾ ഫാസ്റ്റർ ഫോക്കസിങ് ആണ് കമ്പയറിങ് ടു ദാറ്റ്. പിന്നെ 1.8 അത്ര ഒരു ക്രിസ്പായിട്ടുള്ളൊരു ഇമേജ് നമുക്ക് കണ്ടില്ല. കുറച്ചും കൂടി ഒരു 3.5 അങ്ങനെ അത്രയും ആ ഒരു റേഞ്ചിലോട്ടൊക്കെ മാറുന്ന സമയത്ത് നേരത്തെ കാണിച്ച പോലത്തെ കുറച്ചുകൂടി നല്ല ഇമേജസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഓവറോൾ റിവ്യൂ എന്ന് പറയുന്നത്. സോ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപയോഗപ്രദമായ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ചെറിയൊരു ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. വരും ദിവസങ്ങളിലും ഇങ്ങനത്തെ പല വീഡിയോസ് നമ്മൾ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് വേറൊരു ചാനലും കൂടി ഉണ്ട്, അതിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിലൊക്കെ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് പോയി കയറി നോക്കൂ. അതിനകത്ത് പല ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഞാൻ ഇടുന്നുണ്ട്. So thank you so much for watching. Thank you for supporting. Thank you.